അസാധാരണ ക്രിയകൾ നിന്റെ അകത്ത് സംഭവിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നീ പരിശുദ്ധ ആത്മാവിന് നിന്നെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാ കൂടെ കൂടെ ദൈവത്തെ ആരാധിക്കാൻ പറയുന്നത്, വാ തുറന്ന് സ്തുതിക്കാൻ പറയുന്നത്. നീ സ്തുതിക്കാൻ തയ്യാറാകുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നു. ഏറ്റെടുത്ത് സ്തുതിക്കുന്നവനെ ഏറ്റെടുക്കുന്ന ഒരു സ്വർഗീയ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. പ്രതികരിക്കുന്നവനോട് പ്രതികരിക്കുന്ന ഒരു സ്വർഗീയ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. വിശ്വസിക്കുമെങ്കിൽ യേശുവിന്റെ ആത്മാവിന്റെ ശക്തി, യേശുവിന്റെ പുനരുത്ഥാന ശക്തി ഇപ്പോൾ തന്നെ ഈ ടെലിവിഷൻ പ്രോഗ്രാമിലൂടെ നിന്റെ അകത്തേക്ക് ഇറങ്ങി വരികയാണ്. പെന്തക്കോസ്ത് നാളിൽ സംഭവിച്ച പിളർന്ന നാവുകൾ നിന്റെ മേൽ പതിവ്. ഹല്ലേലൂയ. ഒരായിരം അനുഭവങ്ങൾ എനിക്ക് മാത്രമല്ല, ലോകത്ത് മുഴുവൻ ഈ ടെലിവിഷൻ പ്രോഗ്രാം നടത്തുന്ന അനേക ദൈവദാസന്മാരുണ്ട്. അവർക്കൊക്കെ വിളിച്ചു പറയാനുള്ള വകയുണ്ട്. ഒരായിരം അനുഭവങ്ങൾ അവർ മുഖാന്തരമല്ല, അവർ വിളിച്ചു പറഞ്ഞ യേശുവിന്റെ നാമത്തിന്റെ ശക്തി കൊണ്ട്, അവർ ഉയർത്തിയ യേശുവിന്റെ ഉയർപ്പിന്റെ ശക്തി കൊണ്ട്, അവർ ഉയർത്തിയ യേശുവിന്റെ നാമത്തിന്റെ ശക്തി കൊണ്ട്, അവർ ഉയർത്തിയ യേശുവിന്റെ സൗഖ്യമാക്കുന്ന ശക്തി കൊണ്ട് അന്നന്ന പോലെ ഇന്നും പ്രവർത്തിക്കുന്ന ഒരു ഹല്ലേലൂയ. എന്റെ സഹോദര, നിനക്ക് ആവശ്യം പരിശുദ്ധാത്മാവിന്റെ ഒരു ക്രിയയാണ്. പരിശുദ്ധാത്മാവിന്റെ വൻ ക്രിയയാണ്. പിശാച് ക്രിയ ചെയ്ത സ്ഥാനത്ത് പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രതിക്രിയയാണ് നിനക്ക് ആവശ്യം. അകത്തേക്ക് തീറങ്ങട്ടെ, അകത്തേക്ക് തീറങ്ങട്ടെ. Fire upon you, fire upon you. Touch, touch, holy touch in the name of Jesus. വിശ്വസിക്കുന്നു. ചിലർ പരിഹാസച്ചവയോടെ ഈ പ്രസംഗം വീക്ഷിക്കുമെങ്കിലും ചിലർ ദൈവശക്തി ഏറ്റെടുക്കുകയാണ്. അവർക്കത് വിടുതലാണ്, അവർക്കത് സൗഖ്യമാണ്, അവർക്കത് അത്ഭുതമാണ്, അവർക്കത് പുറപ്പാടാണ്, അവർക്കത് കൊയ്ത്താണ്. വിശ്വസിക്കുന്നവർ കരങ്ങളെ ചേർത്തടിച്ച് come on, lift up your voice and praise, wave your hands and praise. Hallelujah, hallelujah. വിദ്വാൻമാരുടെ ചോദ്യം എന്താണ്? യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? വീണ്ടും മടങ്ങി വരട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ക്രിയ ആയതുകൊണ്ടാണ് ഈ ദൂത് വ്യക്തവും ശക്തവുമായിട്ട് വിളിച്ചു പറയുന്നത്. രണ്ടാമത്തെ കാരണം, ഹല്ലേലൂയ, യേശുവിന്റെ ജനനത്തിൽ വിശ്വസിക്കുന്നവൻ യേശുവിന്റെ വ്യക്താവാ. എന്നാൽ യേശുവിന്റെ ജനനം അംഗീകരിക്കാത്തവൻ ആരാണ്? എതിർ ക്രിസ്തുവിന്റെ ആളാണ്. എതിർ ക്രിസ്തുവിന്റെ. ഹല്ലേലൂയ. വ്യക്തവും ശക്തവുമായിട്ട് 1 യോഹന്നാൻ 4-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ അത് വ്യക്തവും ശക്തവുമായി നമ്മെ പഠിപ്പിക്കുന്നു. ഒന്ന് വായിച്ചാട്ടെ വേദഭാഗം. യേശുവിന്റെ ജനനത്തിൽ പിറവിയിൽ വിശ്വസിക്കാത്തവൻ ആരാണ്? എതിർ ക്രിസ്തുവിന്റെ ആളാണ്. ഞാൻ എതിർ ക്രിസ്തുവിന്റെ ആളല്ല. യേശുവിന്റെ വകയായതുകൊണ്ട്, യേശുവിന്റെ വ്യക്തമായതുകൊണ്ട് എനിക്ക് വിളിച്ചു പറയാൻ ഒറ്റ ദൂതയുള്ളൂ. യേശു എനിക്ക് വേണ്ടി ജനിച്ചു, എന്റെ ഹൃദയത്തിൽ ജനിച്ചു. ഹല്ലേലൂയ. ആ വാക്യം വായിച്ചാട്ടെ. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കയാൽ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവീൻ. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം. ഏതിനാൽ? യേശുക്രിസ്തു ജഡത്തിൽ വന്നുവെന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. ഹല്ലേലൂയ. പിന്നെ യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരാത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. ഇന്ന് പകൽക്കാലം വളരെ ശ്രദ്ധിച്ച് കേൾക്ക്. നീ യേശുവിന്റെ വകയാണോ, അതോ നീ പോയിക്കൊണ്ടിരിക്കുന്ന, നീ പിൻഗമിക്കുന്ന വ്യക്തികൾ യേശുവിന്റെ വ്യക്താക്കളാണോ എന്ന് തിരിച്ചറിയാനുള്ള പ്രത്യേക ക്ലൂ ആണ് ഇവിടെ ഇരിക്കുന്നത്. യേശു ജനിച്ചുവെന്നും യേശുവിനെ ഉയർത്തുന്ന അത്യാവശ്യ ഘടകമാണെന്നും, മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ യേശുവിനെ, മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു എന്ന് വിശ്വസിക്കുന്നവൻ ആരാണ്? ദൈവത്തിൽ നിന്നുള്ളവനാണ്. മറ്റു പലതിനെയും, മറ്റു പിതാക്കന്മാരെ, മറ്റു
പുണ്യവാളന്മാരെ, മറ്റു വിഗ്രഹങ്ങളെ, മറ്റു മനുഷ്യരെ ഉയർത്തുന്നവൻ ആരാണ്? എതിർ ക്രിസ്തുവിന്റെ ആൾക്കാരാണ്. നിർത്ത്, യേശുവിനെ ഉയർത്ത്. നിനക്ക് വേണ്ടി അവസാനത്തുള്ളി ചോര വരെ ഊറ്റിത്തന്ന നസറായ യേശുവിനെ ഉയർത്ത്, മറ്റാരെയും ഉയർത്തരുത്. അങ്ങനെ ഉയർത്തിയാൽ നീ ദൈവത്തിന്റെ വക അല്ലാതായി മാറുകയാണ്, എതിർ ക്രിസ്തുവായി മാറുകയാണ്. എതിർ ക്രിസ്തു ആരാണ്? പരാജയപ്പെടാനുള്ളവൻ. എതിർ ക്രിസ്തു ആരാണ്? ബന്ധിക്കപ്പെടാനുള്ളവൻ. എതിർ ക്രിസ്തു ആരാണ്? തീപ്പൊയ്കയ്ക്കുള്ളവൻ. നീ അതിന് യോഗ്യനായി തീരരുത്. വിശ്വസിച്ച്, യേശുവിൽ വിശ്വസിച്ച് നിത്യജീവനെ അവകാശമാക്കിയാട്ട് ദൈവത്തിന്റെ വകയായി മാറിയാട്ട് കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തെ എന്തുകൊണ്ട് ഈ വിഷയം ഞാൻ പ്രസംഗിക്കുന്നു? യേശുവിന്റെ പിറവിയെ കുറിച്ച്, യേശുവിന്റെ ജനനത്തെ കുറിച്ച് എന്തുകൊണ്ട് പ്രസംഗിക്കും? ഒന്ന്, ഇത് പരിശുദ്ധാത്മാവിന്റെ ഒരു ക്രിയയാണ്. രണ്ട്, ഇത് ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നവനെ തിരിച്ചറിയാനുള്ള ഒരു ക്ലൂ ആണ്. മൂന്ന്, നമുക്കറിയാം ഇത് മഹാ സന്തോഷം നൽകുന്ന കാര്യമാണ്. ദൂതൻ പറഞ്ഞു, സർവജനത്തിനുമുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് മഹാ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇന്ന് പകൽക്കാലം ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കുക. സന്തോഷമില്ലാത്ത അവസ്ഥയിൽ നെടുവീർപ്പിട്ടുകൊണ്ട് നിരാശനായി കഴിയുന്ന സഹോദര, സഹോദരി, യേശു നിന്റെ ഹൃദയത്തിൽ ജനിച്ചാൽ അന്ന് മുതൽ ഒരു മഹാസന്തോഷം വെളിപ്പെടുകയാണ്. നിന്റെ കുടുംബത്തിലായാലും, നിന്റെ ഭവനത്തിലായാലും, വ്യക്തി ജീവിതത്തിലായാലും, ശുശ്രൂഷയിലായാലും യേശുവിന് സ്ഥാനമുണ്ടെങ്കിൽ, യേശുവിടെ ജനിച്ചാൽ ജനിക്കുന്ന ദിവസം മുതൽ ഒരു മഹാസന്തോഷം വ്യാപരിക്കുകയാണ്. എനിക്കറിയാം ഈ ടെലിവിഷൻ പ്രോഗ്രാം കാണുന്നത് ഒരു കൂട്ടം ക്രിസ്ത്യാനികളല്ല, പല വിഭാഗത്തിലുള്ള ജനങ്ങളാണ് ഈ ടെലിവിഷൻ പ്രോഗ്രാം കാണുന്നത്. എന്നാൽ ഞാൻ പ്രസംഗിക്കുന്നത് അല്ലെങ്കിൽ ഒരു പ്രത്യേക മതത്തെ കുറിച്ച് പ്രസംഗിക്കുന്നത്, ഞാൻ പ്രസംഗിക്കുന്നത് യേശുവിനെ കുറിച്ചാണ്. അപ്പോൾ തന്നെ സർവ ജനത്തിനുമുള്ള മഹാസന്തോഷമാണ് യേശു. ഹല്ലേലൂയ. നീ ഏത് വിഭാഗത്തിൽപ്പെട്ടവനായാലും, നീ ഏത് മതത്തിൽപ്പെട്ടവനായാലും, ഹല്ലേലൂയ, സർവജനത്തിനുമുള്ള മഹാസന്തോഷമത്രേ യേശു കർത്താവ്. ഏറ്റെടുക്കാൻ തയ്യാറാകുമെങ്കിൽ നീ ആരുമായിക്കൊള്ളട്ടെ, നിന്റെ പേരെന്തുമായിക്കൊള്ളട്ടെ, നീ എവിടുത്തുകാരനുമായിക്കൊള്ളട്ടെ, ഏത് ജാതിക്കാരനായാലും, ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിന്റെ ശക്തി, യേശുവിന്റെ വചനത്തിന്റെ ശക്തി വെളിപ്പെട്ടു വരുമ്പോൾ അത് ഏറ്റെടുത്ത് അവന്റെ നാമത്തിന്റെ സ്മരണയൊന്ന് സ്ഥാപിക്കാൻ തയ്യാറാകുമെങ്കിൽ നിനക്ക് മഹാ സന്തോഷം ലഭിക്കുകയാണ്. ദൂതൻ പറയുന്നു, സർവജനത്തിനുമുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. അതിനൊരു വാക്കുണ്ട്, ഭയപ്പെടേണ്ട, ധൈര്യപ്പെട. അവർ ദൂതനെ കണ്ടപ്പോഴേ, ദൂതന്റെ വെളിച്ചം കണ്ടപ്പോഴത്തേക്ക് ഇടയന്മാർ എന്ത് ചെയ്തു? പേടിച്ചു പോയി. കാരണം അവർക്ക് ഒരു റാന്തൽ വിളക്കൊക്കെ ഉള്ളൂ. സാധാരണക്കാരല്ലേ, കുറെ ആളുകളുമായിട്ട് ഇങ്ങനെ വെളിമ്പ്രദേശത്ത് കിടക്കുകയാണ്. കൂടിപ്പോയാൽ ചന്ദ്രന്റെ വെളിച്ചം അല്ലെങ്കിൽ കുറെ റാന്തൽ വിളക്കിന്റെ വെളിച്ചം മാത്രമേ അവർക്കുള്ളൂ. എന്നാൽ അവരെ ചുറ്റി ഒരു വല്ലാത്ത പ്രകാശം വരുവാനിടയായി. ഓ, എന്നെ കേൾക്കുന്ന സഹോദര, വിശ്വസിക്കാൻ തയ്യാറാകുമെങ്കിൽ സ്വർഗീയ ഡിപ്പാർട്ട്മെന്റ് ഒരു വലിയ പ്രകാശം നിന്നെ ഇന്ന് രാത്രി കാണിക്കാൻ പോവുകയാണ്. ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? സാക്ഷ്യം പറയാൻ തയ്യാറുണ്ടോ? ഒരു ചുറ്റിമിന്നുന്ന, നിന്നെ ചുറ്റിമിന്നുന്ന, ഇതുവരെ കാണാത്ത, ഇതുവരെ കേൾക്കാത്ത, ഇതുവരെ അനുഭവിക്കാത്ത ഒരു മഹാസന്തോഷം ലഭിക്കുമാറ് ഒരു വലിയ പ്രകാശം ചുറ്റിമിന്നുന്ന ദിവസങ്ങളാണ്. അവർ ഭയപ്പെട്ടു പോയി. അവർ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ ഒരു വെളിച്ചം. ഹല്ലേലൂയ. ദൂതൻ പറഞ്ഞു, പേടിക്കണ്ട, പേടിക്കണ്ട, ഞാൻ വന്നത് നിങ്ങളെ കൊല്ലാൻ വേണ്ടിയല്ല. ഓ, ഏറ്റെടുത്താട്ടെ. വെളിച്ചം വരുന്നത് നശിപ്പിക്കാൻ വേണ്ടിയല്ല, വെളിച്ചം വരുന്നത് തൂക്കിക്കൊല്ലാൻ വേണ്ടിയല്ല, വെളിച്ചം വരുന്നത് വിടുവിക്കാൻ വേണ്ടിയാ, വെളിച്ചം വരുന്നത് പുറപ്പെടുവിക്കാൻ വേണ്ടിയാ, വെളിച്ചം വരുന്നത് മഹാസന്തോഷം പകരാനാ. യേശു അത്രയും മഹാവെളിച്ചം, മഹാവെളിച്ചം പ്രകാശിക്കും. ഞാൻ ലോകത്തിന്റെ വെളിച്ചമെന്ന് വിളിച്ചു പറഞ്ഞ യേശു പറയുകയാണ്, മഹാവെളിച്ചമായിട്ട് നിന്റെ ഭവനത്തിന്റെ അകത്തുള്ളവരിലേക്ക് ഞാൻ ഇറങ്ങി വരികയാണ്. വിടുവിക്കുവാൻ മഹാസന്തോഷത്തിന് പാത്രീഭൂതനാക്കി മാറ്റുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ ഭയപ്പെട്ടു പോയി. ദൂതൻ പറഞ്ഞു, ഭയപ്പെടേണ്ട,
സർവജനത്തിനുമുള്ള മഹാസന്തോഷം ഞങ്ങളുടെ സുവിശേഷിക്കുന്നു. എന്താ പറഞ്ഞു? സുവിശേഷിക്കുന്നു. അപ്പൊ എന്താ സുവിശേഷം? യേശുവിന്റെ പിറവിയുള്ള ദൂതാ സുവിശേഷം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ഏതു വ്യക്തിയായാലും ഇന്ന് ഈ ദൂത് ഏറ്റെടുക്കുമ്പോൾ ഹല്ലേലൂയ, യേശു നിന്റെ അകത്ത് പിറക്കാൻ കാരണമായി തീരുമെങ്കിൽ ഹല്ലേലൂയ, ഓ ഒരു സുവിശേഷം നീ കേൾക്കുകയാണ്. സുവിശേഷം ഇതുവരെ കേൾക്കാത്ത ഒരു നല്ല വിശേഷം. എന്താണ് സുവിശേഷം? യേശുവിന്റെ വിശേഷമാണ് സുവിശേഷം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഓർപ്പിക്കുന്നതാണ് സുവിശേഷം. ഇന്ന് പകൽക്കാലം യേശുവിന്റെ സുവിശേഷം, യേശുവിന്റെ നാമത്തിന്റെ ശക്തിയെ കുറിച്ച് വിളിച്ചു പറയുമ്പോൾ സുവിശേഷം നിന്നോട് അറിയിക്കപ്പെടുകയാണ്. സുവിശേഷം നിനക്ക് മഹാസന്തോഷത്തിന്, മഹാധൈര്യത്തിന് കാരണമായി തീരുകയാണ്. കരങ്ങളെ ചേർത്തടിച്ച് come on, lift up your voice and praise. Hallelujah. ശ്രദ്ധിക്ക്, മാന്യമായത് കേട്ടാൽ മാന്യന്മാരായിട്ട് മാറാം, നല്ലത് കേട്ടാൽ നല്ലവരാകാം. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം ചില അനുഭവങ്ങൾ ഫോണിലൂടെ കേൾക്കുവാനിടയായി. വാസ്തവത്തില് ഞാൻ എൻ്റെ കുട്ടികളെ കുറിച്ച് വളരെയധികം സന്തോഷിപ്പാനിടയായി. കാര്യം അവർ അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ല വ്യക്തിത്വത്തിന്റെ ഉടമകളായിട്ട് മാറാം. കാര്യം എന്താ? നല്ല സാഹചര്യങ്ങളിലാണ് അവർ വളരുന്നത്. എത്രയെത്ര കുടുംബങ്ങളിലാണ് കുട്ടികൾ ദിവസവും ഹീനമായ കാര്യങ്ങൾ കണ്ടുകൊണ്ട് വളരുന്നത്? നിങ്ങൾക്കറിയാമോ? എത്രയെത്ര മാതാപിതാക്കളാണ് എന്നോട് ടെലിഫോണിൽ പറയാറുള്ളത്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത സങ്കടമാണ്. രാവിലെ മുതൽ അവർ കേൾക്കുന്നത് പൂരപ്പാട്ടാണ്. ഇങ്ങനെ പറഞ്ഞു, വളരെ മോശകരമായ വാക്കുകളാണ്. രാവിലെ മുതൽ ജനിച്ചു വീഴുന്ന ദിവസം മുതൽ അവർ കേൾക്കുന്ന എന്താണ്? ചുറ്റുപാടും, വീടിനകത്തു നിന്നും പുറത്തു നിന്നും തെരുവിൽ നിന്നും കേൾക്കുന്നത് എന്താണ്? വളരെ തരം താണ വാക്കുകൾ. എന്നാൽ എന്നെ കേൾക്കുന്ന സഹോദര, എത്ര നല്ല സാഹചര്യമാണ് ദൈവം നിനക്ക് തന്നത്. ഹല്ലേലൂയ. അത് ഉപയോഗപ്പെടുത്തി നല്ല വ്യക്താക്കളായി മാറുവാൻ, നല്ല പേഴ്സണാലിറ്റിയുടെ ഉടമകളായി മാറുവാൻ യേശുവിൽ വിശ്വസിച്ച് തയ്യാറാകുമെങ്കിൽ നിനക്കൊരു ഭാവിയുണ്ട്, ഭാവിയുണ്ട്, ഭാവി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് മഹാസന്തോഷം നൽകുന്ന കാര്യമാണ്. സുവിശേഷം അത് നിന്നെ നല്ല വ്യക്തികളാക്കി മാറ്റുകയാണ്. നല്ല വാർത്ത. യേശുവിന് വചനം. ഒരു കാര്യം പറയട്ടെ, ഒരു തിന്മയും യേശു പറഞ്ഞിട്ടില്ല. യേശുവിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ വാചാലനാകാറുണ്ട്. ഒരു വാക്കും യേശു കർത്താവ് പിൻവലിച്ചില്ല. ഒരു വാക്കും പിൻവലിച്ചില്ല. അയ്യോ സോറി കേട്ടോ, ഞാൻ പറഞ്ഞത് എടുത്തേക്കുന്നു, ഞാൻ പറഞ്ഞത് എടുത്തേ എന്ന് പറഞ്ഞ ഒരു വാക്കും യേശു പിൻവലിച്ചില്ല. ഒരു വാക്കും യേശു തിരുത്തി പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് അങ്ങനല്ല കേട്ടോ, അതെ ഈ മാധ്യമക്കാരത് വളച്ചൊടിച്ചതാ, ഞാൻ പറഞ്ഞത് അങ്ങനല്ല ഇങ്ങനെ എന്ന് പറഞ്ഞ് തിരുത്തി പറഞ്ഞില്ല. ഒരു വാക്കും വിശദീകരണം കൊടുത്ത് ന്യായീകരിച്ചില്ല. ഞാൻ പറഞ്ഞത് ശരി, നിങ്ങൾക്ക് അറിയാത്തോണ്ടാ എന്ന് പറഞ്ഞ് വിശദീകരണം കൊടുത്ത് ന്യായീകരിച്ചില്ല. അവൻ പറഞ്ഞതെല്ലാം ശരിയായിരുന്നു. ഹല്ലേലൂയ. ഒരു വാക്കിനും ആരോടും സോറി പറഞ്ഞില്ല. ക്ഷമിക്കണം എന്ന് പറഞ്ഞോ യേശു? പറഞ്ഞില്ല. ഒരു പാപവും ആരോടും ഏറ്റു പറഞ്ഞില്ല. ഹല്ലേലൂയ. ഒരുപാട് മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ, വിദ്വാൻമാരൊക്കെ അന്ന് കാലത്തുണ്ടായിരുന്നു. അവരോട് ആരോടും ഉപദേശം യേശു ചോദിച്ചില്ല. ഈ കാര്യത്തിൽ എന്താ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം എന്തോ എന്ന് പറഞ്ഞു എന്ന് യേശു ചോദിച്ചോ? ചോദിച്ചില്ല. കാര്യം എന്താ? അവൻ സർവജ്ഞാനിയായ ദൈവം. ഹല്ലേലൂയ. ഒരുത്തനോടും പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചില്ല. എനിക്കൊണ്ട് പ്രാർത്ഥിക്കണേ, വല്ലാത്ത ദിവസങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുക, ആരൊക്കെ പിടിക്കാൻ വരുന്നുണ്ട്. യഹൂദന്മാർക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ പറഞ്ഞോ? ഇല്ല. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാനേ പറഞ്ഞുള്ളൂ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനെന്ന് ഒരുത്തനോടും യേശു പറഞ്ഞില്ല. ഓ, എത്ര വലിയവനായ ദൈവത്തെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. എനിക്ക് സന്തോഷമുണ്ട്, 100% വിശ്വാസമുണ്ട്. ഈ യേശു യഥാർത്ഥ ദൈവം. ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ മനുഷ്യൻ രക്ഷിക്കപ്പെടുവാൻ, വിടുവിക്കപ്പെടുവാൻ, പുറത്തു വരുവാൻ യേശുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമം ഇല്ല, ഇല്ല, ഇല്ല. ഹല്ലേലൂയ. രാജാവായി പിറന്നവൻ യേശു.
അങ്ങനെയെങ്കിൽ ഉയർത്തെഴുന്നേറ്റ യേശു രാജാതി രാജാവ്. ഹല്ലേലൂയ. യേശുവിന്റെ ഐഹിക കാലത്ത് യേശു ആ മനുഷ്യനായി ജീവിച്ചിരുന്ന സമയത്ത്, ഹല്ലേലൂയ, ഭൂമിയിലായിരുന്നപ്പോൾ ഇപ്രകാരം ഒരു ചോദ്യം ചോദിച്ചു: ആർക്കെന്റെ പാപത്തെ കുറിച്ച് ബോധം വരുത്താം? ഹല്ലേലൂയ. അതേപോലൊരു ചോദ്യം ഉയർത്തുവാൻ ലോകത്ത് ഒരു നേതാവിനും കഴിഞ്ഞിട്ടില്ല. കാരണം എന്താ? അവരൊക്കെ പാപികളായിരുന്നു. എന്നാൽ എന്റെ യേശു പാപമില്ലാത്തവൻ. പാപം ചെയ്യാത്തവന് മാത്രമേ പാപിയെ രക്ഷിക്കാൻ കഴിയൂ. നീതിമാന് മാത്രമേ നീതീകരിക്കാൻ കഴിയൂ. വിശ്വാസമുള്ളവന് മാത്രമേ വിശ്വാസം പകർന്നു കൊടുക്കാൻ കഴിയൂ. ഓ, സൗഖ്യമുള്ളവന് മാത്രമേ മറ്റുള്ളവരെ സൗഖ്യമാക്കാൻ കഴിയൂ. കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് യേശു നിസ്തുല്യൻ. ഹല്ലേലൂയ. യേശു കർത്താവ് എന്തിനാ ലോകത്തിൽ വന്നേ? എന്തിനാ വന്നേ? വ്യക്തമായി പറഞ്ഞതിന്റെ വാക്യങ്ങൾ വേഗത്തിൽ നിന്ന് ഓടിച്ച് പറയാൻ താല്പര്യപ്പെടുകയാണ്. മത്തായി സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. യേശു എന്തിനു വേണ്ടി ലോകത്തിൽ വന്നു? യാഗത്തിലല്ല, കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു. കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് പോയി പഠിപ്പീൻ. ഞാൻ നീതിമാന്മാരെ അല്ല, പാപികളെ അത്രേ വിളിപ്പാൻ വന്നത് എന്ന് പറഞ്ഞു. വിളിപ്പാൻ വന്നത്. കാര്യം എന്താണ്? പാപം ചെയ്യാത്തവന് പാപികളെ നീതിമാന്മാരാക്കി മാറ്റുവാൻ കഴിയും എന്നുള്ളത് കൊണ്ട് അവൻ നീതിമാന്മാരെ അല്ല, പാപികളെ അത്രേ വിളിപ്പാൻ വന്നത്. പാപികളെ വീണ്ടെടുത്ത് മനസ്സാന്തരപ്പെടുത്തി വിശ്വാസത്താൽ നീതീകരിച്ച് നീതിമാന്മാരാക്കി മാറ്റുവാൻ വിശ്വസിക്കുമെങ്കിൽ ഇന്ന് പകൽക്കാലവും അവന്റെ പ്രവൃത്തി നിർബാധം തുടരുകയാണ്, നീതീകരിക്കുകയാണ്. ഏറ്റെടുക്കുന്നവർ കരങ്ങളെ ശക്തിയോടെ നീതിമാന്മാരെ അല്ല, പാപികളെ അത്രേ ഞാൻ വിളിപ്പാൻ വന്നത്. 99 നീതിമാന്മാരെയും മാറ്റി നിർത്തിയിട്ട് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പാപിക്ക് വേണ്ടി തേടിയിറങ്ങുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. വീണ്ടും വായിച്ചാട്ടെ മർക്കോസ് സുവിശേഷം 1-ാം അധ്യായം 38-ാം വാക്യം വായിച്ചാട്ടെ. യേശു എന്തിനു വേണ്ടിയാണ് ലോകത്തിൽ പിറവിയെടുത്തത്? അവൻ അവരോട്, ഞാൻ അടുത്ത ഊരുകളിലും പ്രസംഗിക്കേണ്ടതിന് നാം അവിടേക്ക് പോക, ഇതിനായിട്ടല്ലോ ഞാൻ പുറപ്പെട്ടു വന്നത് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ അടുത്തുള്ള ഊരുകളിലും പ്രസംഗിക്കേണ്ടതിന് നാം അവിടേക്ക് പോക, അതിനുവേണ്ടിയല്ലോ ഞാൻ പുറപ്പെട്ടു വന്നത്. യേശു വന്നത് എന്തിന്? ഇന്ന് ഈ ഊരിൽ പ്രസംഗിക്കുന്നുവെങ്കിൽ നാളെ അടുത്ത ഊരിൽ പ്രസംഗിക്കുവാൻ, ഇന്ന് ഈ പട്ടണത്തിൽ പ്രസംഗിക്കുന്നുവെങ്കിൽ നാളെ അടുത്ത പട്ടണത്തിൽ പ്രസംഗിക്കുവാൻ, ഇന്ന് ഈ രാജ്യത്ത് പ്രസംഗിക്കുന്നുവെങ്കിൽ നാളെ അടുത്ത രാജ്യത്ത് പ്രസംഗിക്കുവാൻ. ഇത് പടരുന്നൊരു മാർഗമത്രേ, ഇതൊരു വളരുന്ന മാർഗമത്രേ. കാര്യമെന്താ? ഇത് ജീവന്റെ മാർഗമാണ്, നിത്യജീവനകത്ത് വ്യാപരിക്കുകയാണ്. യേശു നിത്യജീവന്റെ ഉടമയായതുകൊണ്ട് ഇത് പടരുകയാണ്.